ഇത്ര വേഗം എങ്ങനെയാ മോനെ വരുന്നേ? ഓഫീസിൽ നിന്ന് വരുമ്പോ ലേറ്റ് ആവില്ലേ? നീ അവിടെ ഓഫീസിലില്ലേ? ഇല്ല, ഞാനൊന്ന് പുറത്തേക്ക് വന്നായിരുന്നു. ഇന്ന് എന്തോ കൂടുതൽ ജോലിയുണ്ട്, ലേറ്റ് ആയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. ഓ അതെയോ? ശരി അമ്മേ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അവളെ ഞാൻ വിളിച്ചിരുന്നു, അവള് ഫോൺ എടുത്തില്ല. അതാ ഞാൻ നിങ്ങളെ വിളിച്ചേ. ബൈ. എന്നാ ശരി മോനെ. ഹലോ ഫ്രണ്ട്. ഹേയ്, ഹായ് ഫ്രണ്ട്. എന്റെ സീതമ്മയെ ആരെങ്കിലും ജയിലിലേക്ക് കൊണ്ടുപോയോ? ജയിലിലേക്കോ? സത്യം പറ ഫ്രണ്ട്, പോലീസ് എങ്ങനെ അവിടെ വന്നോ? സീതമ്മനെ ജയിലിൽ കൊണ്ടുപോയോ? സത്യമാണോ ഫ്രണ്ട്? പോലീസ് അവിടെ വന്നോ? എന്റെ സീതമ്മനെ കൊണ്ടുപോയോ? സീതമ്മ അവിടെ ഇല്ലാത്തോണ്ടല്ലേ നീ ഇപ്പൊ വിളിച്ചത്? മോളെ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഫോണിങ് തന്നെ. പ്ലീസ് ഫ്രണ്ട്, സത്യം പറ, സീതമ്മ എവിടെയാ? മൈ ഡിയർ ലിറ്റിൽ ഫ്രണ്ട്, ആരാ നിന്നോട് ഇത് പറഞ്ഞത്? യുവർ മമ്മീസ് എ സൂപ്പർ മം അല്ലേ? ആർക്കും അവരെ ജയിലിലടയ്ക്കാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഉറപ്പാ? അമ്മമാരെ ജയിലിലടയ്ക്കാൻ പാടില്ല. അപ്പോ സീതമ്മ ഓഫീസിൽ തന്നെ ഉണ്ടെന്നാണോ? ഞാൻ പറയുന്നത് വിശ്വാസം ഇല്ലേ? നീ പറഞ്ഞ ശരിയാ ഫ്രണ്ട്. ഫ്രണ്ട് പ്ലീസ്, സീതമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കോ, എനിക്കൊന്ന് സംസാരിക്കാനാ. സീതമ്മയ്ക്ക് ഓഫീസിൽ നിന്ന് ഒരുപാട് ജോലിയുണ്ട്. ഇപ്പൊ ഞാൻ പോയി ഫോൺ കൊടുത്താ സീതമ്മ എന്നോട് ദേഷ്യപ്പെടില്ലേ? അതെ, ജോലി ചെയ്യുമ്പോ സീതമ്മനെ ശല്യപ്പെടുത്തിയ സീതമ്മക്ക് പെട്ടെന്ന് ദേഷ്യം വരും. കറക്റ്റ് അല്ലേ? അതാണ്, ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അമ്മ തന്നെ മോളെ വിളിച്ചോളൂ. ഫ്രണ്ട്, നീ സീതമ്മയുടെ അടുത്തേക്ക് പതിയെ ചെന്നിട്ട് സ്വീറ്റ് ആയിട്ട് സിഹീനെ ഒന്ന് വിളിക്കാൻ പറയാൻ പറ്റുമോ? അപ്പോ സീതമ്മ ഒന്നും പറയില്ല. കേൾക്കുന്നുണ്ടോ ഫ്രണ്ട്? പറഞ്ഞോളാം. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ ചെയ്യാം. ശരി കേട്ടോ? ശരി ഫ്രണ്ട്. ഫ്രണ്ട് ഫ്രണ്ട്, താങ്ക് യു. ബൈ ഫ്രണ്ട്. അവളുടെ മകൾക്ക് അമ്മ എവിടെ പോയെന്ന് അറിയില്ല. അമ്മ ജയിലിൽ പോകുന്നു പറഞ്ഞ് ടെൻഷൻ അടിക്കും അവിടെ. ഇവളിത് എവിടെ പോയതാ? അല്ല, കോള് ചെയ്ത് തിരിച്ചു വിളിക്കണമെന്ന് അറിയില്ലേ? നീ എന്തിനാണ് ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കുന്നേ? അമ്മ തൊട്ടടുത്തില്ലെങ്കിൽ മക്കൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയാടാ. സിഹിക്ക് ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട്. എന്തോ ജയിലെന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വേറെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ പോയിക്കോട്ടെ? ഒരുപാടുണ്ടല്ലോ. പക്ഷെ ഞാൻ നല്ലവനാ സീതാ മാഡം. നീ എന്നോട് ഓക്കെ പറയും, അത് പറയിപ്പിക്കാൻ എനിക്കറിയാം. അതുവരെ കാത്തിരുന്നോളാം ഞാൻ. സർ, ഞാൻ പോയിക്കോട്ടെ? ആ പോയിക്കോളൂ. സീത ലേറ്റ് ആയെന്ന് തോന്നുന്നു. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? സാരമില്ല സർ, ഞാൻ പോയിക്കോളാം. പോയി വരാന്ന് പറ സീത. വീണ്ടും വീണ്ടും നമ്മൾ കാണേണ്ടി വരും. ഇനി എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ലെറ്റ്സ് ബി ഇൻ ടച്ച്. സർ, നിങ്ങളുടെ ഫീസ്? ചേച്ചേ, അതൊന്നും വേണ്ട. എന്ന് വെച്ചാ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് സെറ്റിൽ ചെയ്താൽ മതി. സൂക്ഷിക്കണേ. ടേക്ക് കെയർ. See you. ഇതാ ഞാൻ പറഞ്ഞത്, കുട്ടികളെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കരുതെന്ന്. അത്ര പേടിച്ചിട്ടൊന്നുമില്ല. ഐ ആം ഓൾ റൈറ്റ്.
ഞാൻ അതിനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. അവൾ അറിയാൻ വേണ്ടി ചോദിച്ചതല്ലേ, ഞാൻ അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. നിങ്ങളുടെ പാണ്ഡിത്യൊന്നും മോളുടെ മുമ്പിൽ കാണിക്കണ്ട. മോളെ, മുത്തശ്ശൻ പറഞ്ഞതൊക്കെ ഉഫി 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 ഉഫി. കൃഷ്ണ ഭഗവാനെ അറിയില്ലേ നിനക്ക്? ഭഗവാൻ ജനിച്ചതും ജയിലിലാ. ശരിക്കും സിഹി, സീതമ്മ, എന്താ ഇന്ന് കളിക്കാനൊന്നും പോയില്ലേ? നിനക്ക് കുറെ ജോലി ഉണ്ടായിരുന്നല്ലേ? എന്റെ ഫ്രണ്ട് പറഞ്ഞപ്പോഴാ സമാധാനായത്. സീത, നീ പോയ പണിയൊക്കെ കഴിഞ്ഞോ മോളെ? ആ അമ്മേ, എല്ലാം കഴിഞ്ഞു. ഇവളൊന്ന് ഒരുപാട് വികൃതി കാണിച്ചു അമ്മേ. ഞങ്ങളുടെ കുട്ടി അങ്ങനെ അധികം വികൃതിയൊന്നും കാണിക്കാറില്ല. അവൾ ഇവിടെ ഉള്ളതാ എനിക്കും മുത്തശ്ശനൊക്കെ ഒരു സന്തോഷം. എന്താ ഇന്ന് ഇവൾക്ക് ഇത്ര സ്നേഹം? പിടിച്ചു വെച്ചിട്ട് വിടുന്നതേ ഇല്ലല്ലോ. പോകാം നമുക്ക്. ബൈ മുത്തശ്ശ, ബൈ മുത്തശ്ശ. ബൈ. ബാഗ് എടുക്ക. അത്രയൊക്കെ സംഭവിച്ചിട്ടും അവരവരുടെ ലോകത്ത് തന്നെയാണല്ലോ ജീവിക്കുന്നത്. സിഹി ഇപ്പൊ ചെറിയ കുട്ടിയാ. പക്ഷെ സീത ഇത്രയൊക്കെ ഉണ്ടായിട്ടും അവള് നമ്മളോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിനക്കെന്താടി പ്രശ്നം? അച്ഛ അമ്മാന്ന് തന്നെയല്ലേ അവള് നമ്മളെ വിളിക്കുന്നത്. പിന്നെ എന്താ അഭിമാന പ്രശ്നം? അവള് നമുക്ക് ആ സ്ഥാനം തന്നതല്ലേ, നമ്മള് തന്നെ അവളോട് പോയി സംസാരിക്കണം. അവള് പറയാത്തതിൽ തെറ്റില്ല, നമ്മള് ചോദിക്കാത്ത തെറ്റ്. പോലീസോടെ വന്നായിരുന്നോ? എന്റെ സീതമ്മനെ പിടിച്ചോണ്ട് പോയോ? ആ പ്രിയ, സോറി ടു ഡിസ്റ്റർബ് യു. അങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. നന്നായിട്ട് ബോറടിക്കുന്നുണ്ട്. ജോലി ചെയ്യുന്ന പോലെ ആക്ട് ചെയ്തോണ്ടിരിക്കായിരുന്നു. എന്താ പറ? സീത എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല, അവള് നിന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ടു പോയായിരുന്നോ? രാവിലെ മുതലേ അവളെ പറ്റി ടെൻഷൻ അടിച്ച് അന്വേഷിക്കല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അവൾ എപ്പോഴും അങ്ങനെയാ, ഒന്നും പറയില്ല. അവക്ക് പറയണമെന്ന് തോന്നിയാ ഇനി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലായി. മോളെ, കോപ്പി റൈറ്റിംഗ് കഴിഞ്ഞായിരുന്നോ? തീർന്നു സീതമ്മ. അത് വേഗം തീർത്തിട്ട് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യൂട്ടോ. ഞാനും അപ്പോഴത്തേക്ക് പാചകമൊക്കെ തീർത്തു വെക്കാം. നമുക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ, ആരാദ്യം തീർക്കും നോക്കാം. ഞാൻ തന്നെ ജയിക്കും. ചാലഞ്ച്? ചാലഞ്ച്. ശരി, വേഗം. 3, 2, 1, go. വേഗം വേഗം വേഗം. സീതമ്മ, ആ, നമ്മുടെ പാലസ് എന്നാ വരുന്നേ? പറ സീതമ്മ. പാലസ് സ്വപ്നം കണ്ടിരിക്കുന്ന എന്റെ മോളോട് ഈ വീട് മുങ്ങാനിരിക്കുന്ന കപ്പലാണെന്ന് ഞാൻ എങ്ങനെ പറയും? ഞാൻ പോയി നോക്കാം. ഹായ് ഫ്രണ്ട്. ഹായ്. സുഖമാണോ? ഞാൻ സൂപ്പർ. റാം, ഇതെന്താ ഈ സമയത്ത് ഇവിടെ? നിന്നെ ഒന്ന് കാണാൻ തോന്നി, കാണാൻ വന്നു. വലിയ ആൾക്കാർക്ക് എവിടെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും കാണാം. പക്ഷെ കുട്ടികൾക്ക് പറ്റില്ല. എന്തുകൊണ്ട് കഴിയില്ല? നീ വിചാരിച്ചാൽ എന്തു വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ബിക്കോസ് യു ആർ എ മജീഷ്യൻ. നിന്റെ കണ്ണുകളിൽ മാജിക് ഉണ്ട്. നീ എന്തിനാ റാം ഈ സമയത്ത് ഇവിടെ വന്നത്? ഫ്രണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്നെ കാണാൻ. ഇതെന്റെ സിഹിക്കുട്ടിക്ക്. എന്താ ഇത്? അയ്യോ, സ്വീറ്റ്സോ? ഫ്രണ്ട്, നീ പേടിക്കണ്ട, ഇത് സ്വീറ്റ് അല്ല, ഡ്രൈ ഫ്രൂട്ട് ലഡു. ഒരുപാട് ടേസ്റ്റിയാണ്, വെരി ഹെൽത്തി. വാവ്, ഡ്രൈ ഫ്രൂട്ട്. ഇത്രയൊക്കെ പൈസ മുടക്കി എന്തിനാ ഇതൊക്കെ വാങ്ങുന്നത് റാം? ആ
ബോക്സ് കണ്ടാൽ അറിയാം, മിനിമം 500 രൂപയെങ്കിലും ആയിട്ടുണ്ടാവും. എന്റെ സ്പെഷ്യൽ ഫ്രണ്ട് എന്നും എനിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ബോക്സ് കൊടുത്തയക്കും. അതിന്റെ മുന്നിൽ ഇതൊന്നും ഒന്നുമല്ല. നീയും ഇങ്ങനെ കുട്ടികളെ പോലെ ആയിക്കോ. നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. അത് ഞാനാ പറയേണ്ടത്, അല്ലേ ഫ്രണ്ട്? ഫോൺ ചെയ്യുമ്പോ കോള് പിക്ക് ചെയ്യാതെ കട്ട് ചെയ്ത് തിരിച്ചൊരു കോള് പോലും ചെയ്യാത്തവരോട് എന്താ പറയേണ്ടത്? അവരോട് കൂട്ടുകെട്ടണം. കറക്റ്റ്, കൂട്ടുവരണം. വെട്ടിക്കിട്ടി. തെറ്റിയിട്ട് രണ്ടാളും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഒന്നാവും ചെയ്യണം. ആക്ച്വലി വന്നത് നിങ്ങളെ രണ്ടുപേരെ ഒന്ന് കണ്ടിട്ട് പോവാനാ. സോറി, ഞാൻ തിരിച്ചു വിളിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷെ ജോലിയുടെ ഇടയിൽ അതങ്ങ് മറന്നുപോയി, കുറച്ച് ബിസി ആയിപ്പോയി. സാരമില്ല, പോട്ടെ. ഞാൻ കൂട്ടൊന്നും വെട്ടിയില്ല. എന്നാലും ഇത്ര വിലയുള്ള സാധനങ്ങളൊക്കെ എന്തിനാ വാങ്ങിക്കൊണ്ടുവരുന്നേ? ചെലവാക്കുമ്പോ ഇതൊന്നും അറിയില്ല. മന്തിന്റെ എല്ലാ കണക്കൂടെ നോക്കൂലേ, അപ്പോഴേ മനസ്സിലാവും. അങ്ങനെ കുറച്ച് കണക്കൊക്കെ വെച്ച് ജീവിക്കാനൊന്നും പറ്റില്ല. ഹലോ, എന്റെ ബാച്ചിലർ സാറേ, കണക്ക് നോക്കി തന്നെ ജീവിക്കണം. എന്താ അംബാനിയുടെ മരുമകനാണോ നീ ഇത്രയും പൈസ ചെലവാക്കാൻ? നിന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വരുമല്ലോ, അപ്പൊ നീ ഓരോ പൈസയ്ക്കും കൃത്യമായി കണക്ക് പറയേണ്ടി വരും. ആര് വന്നാലും ഞാൻ അത്ര സ്ട്രിക്റ്റ് ആവാനൊന്നും സമ്മതിക്കില്ല. മകൾക്ക് വേണ്ടി ചെലവാക്കുന്നതിൽ എന്താ തെറ്റ്? കൊടുക്കുന്നത് തെറ്റല്ല, പക്ഷെ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ എന്തിനാ കൊടുക്കുന്നേ? റെഗുലർ ആയി കിട്ടുന്നതൊക്കെ നമ്മൾ മറന്നുപോകും. സ്പെഷ്യൽ ഫ്രണ്ടിന് എപ്പോഴും സ്പെഷ്യൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ. നിനക്കേ രണ്ടടി തന്ന് കാര്യം പറഞ്ഞു തരാൻ ആരും ഇല്ലാഞ്ഞിട്ടാ, അതുകൊണ്ടാ ഇങ്ങനൊക്കെ. ഫ്രണ്ട്, നിന്റെ സീതമ്മ എപ്പോഴും ഇങ്ങനെയാ? ഇത് പിന്നെയും ഡീസന്റ് അല്ലേ? കണ്ടാ പാവാണെന്നൊക്കെ തോന്നുന്നില്ലേ? പക്ഷെ ഭയങ്കര ഡേഞ്ചേഴ്സാ. ആ ശരിക്കും സ്വഭാവം എനിക്കല്ലേ അറിയൂ. ഓയ്, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുകയാണോ അതോ ഉള്ളിലേക്ക് വരുന്നുണ്ടോ? നീ ആരുടെ കയ്യിൽ നിന്ന് സഹായം വാങ്ങില്ല, ആരെ സഹായിക്കാനും സമ്മതിക്കില്ല. സഹായിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. അതെന്താ നീ മനസ്സിലാക്കാത്ത? നീ പറഞ്ഞത് സത്യമാടാ മോനെ. ഓ, ഇവൻ പറഞ്ഞത് സത്യമാണെന്നോ? അമ്മേ, നിങ്ങളും അവനെ സപ്പോർട്ട് ചെയ്യാണോ? അവൻ കറക്റ്റ് കാര്യല്ലേ പറഞ്ഞത്. നീ ആരുടെ അടുത്തൊന്നും സഹായമൊന്നും സ്വീകരിക്കില്ലല്ലോ. സഹായം വേണ്ടാത്തത് പോട്ടേടി, ഒരു പ്രശ്നം വന്നാ പറയുന്നു പോലില്ലല്ലോ. അതെ, ഞങ്ങളൊക്കെ പുറത്തുനിന്ന് വന്നവരാണല്ലോ. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണം? ഒരു പ്രധാനപ്പെട്ട കാര്യം നീ ഞങ്ങളിൽ നിന്ന് മറച്ചു വച്ചില്ലേ? പേരിന് മാത്രം ഒരു അച്ഛനും അമ്മയും. എന്റെ മകള് ഇന്ന് പറയും നാളെ പറയുമെന്ന് കുറെ ആയിട്ട് കാത്തിരിക്കുക. ഇവൾക്ക് നമ്മളെ ആരെയും ശല്യം ചെയ്യാനായിട്ട് ഇഷ്ടമില്ല. എല്ലാ ഭാരവും ഒറ്റയ്ക്ക് ചുമക്കണം. സീത, നിനക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു? അമ്മേ, അത് ഒന്നും പറയണ്ട. എനിക്കിപ്പോ ഒന്നും കേൾക്കാൻ താല്പര്യമില്ല. ഇത് വെച്ചോ. അച്ഛാ, എന്താ ഇത്? ഇത് എന്റെ വീടിന്റെ ആധാരം. ഇത് ജാമ്യം വെച്ച് നിന്റെ വീട് തിരിച്ചെടുക്ക്. എന്താ അച്ഛാ ഇതൊക്കെ? എനിക്കൊന്നും വേണ്ട അച്ഛാ. നിന്റെ അച്ഛനാണ് തന്നിരുന്നെങ്കിൽ നീ വേണ്ടാന്ന് പറയുമായിരുന്നു. ഇത് എന്റെ വീട്ടിലിരുന്ന വെറും പത്രം മാത്രമാ. പക്ഷെ നിന്റെ കയ്യിലാണെങ്കിൽ ഇതിനൊരു മൂല്യം ഉണ്ടാവും മോളെ. ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വന്നത് നീയും സിഹിയും വന്നപ്പോഴാ. ഞങ്ങൾക്ക് ഇതിനി എന്തിനാ? ഞങ്ങളുടെ ജീവിതമൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പൊ ഒരു വീടിന്റെ ആവശ്യം നിനക്കല്ലേ? ഇനി നിനക്കില്ലെങ്കിലും അവൾക്കില്ലേ മോളെ? ഞാൻ നിന്നോടിത് പറയുകയല്ല, ആജ്ഞാപിക്കുക. പിടിക്ക്. അച്ഛാ, അച്ഛാ,
അമ്മയെങ്കിലും ഞാൻ പറയുന്നു. സീതമ്മ, നമ്മുടെ വീടിന് എന്താ പറ്റിയേ? സീതമ്മ, നമ്മുടെ വീടിന് എന്താ പറ്റിയേ? ഗുഡ് ഗേൾ. നിന്റെ വീടിന് എന്ത് പറ്റാനാ? ഒന്നും പറ്റാൻ പോകുന്നില്ല. നിന്റെ വീട് ഇതുപോലെ ഉണ്ടാവും. അപ്പൊ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞല്ലോ വീട് നോക്കിക്കോന്ന്. അത് ഈ വീടിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. പാലസ് വന്ന ഈ വീട് നിങ്ങൾ വിട്ടുപോകില്ലല്ലോ. അതുകൊണ്ടാ ഈ വീട് നല്ലതുപോലെ നോക്കണമെന്ന് പറഞ്ഞിട്ട് പോയതാ. നിനക്ക് പാലസ് വേണോ വേണ്ടയോ? പാലസ് വന്നു കഴിഞ്ഞാൽ ഈ വീട് വിട്ട് പോവോ? എക്സാക്ട്ലി. ഈ വീടും വേണം, പാലസും വേണം. പാലസ് വരില്ലേ ഫ്രണ്ട്? അതെന്താ വരാത്തത്? എന്റെ ചക്കര കുട്ടി പറഞ്ഞത് കൊണ്ട് ഉറപ്പായും വരും. ആന്ന് വെച്ചേ. എങ്ങനെയുണ്ട് ഡ്രൈ ഫ്രൂട്ട് ലഡു? സൂപ്പർ ആയിട്ടുണ്ട്. ഞാനിവളെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് അറിയാതിരിക്കുമായിരുന്നു. താങ്ക്സ്. ഇറ്റ്സ് ഓക്കെ. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നാ പ്ലീസ് കൺസിഡർ ചെയ്യണം. ഈ കാര്യത്തിൽ ഒരിക്കലും വാശി കാണിക്കരുത്. വാശിയൊന്നുമല്ല. എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നം ഞാൻ തന്നെ തീർക്കണം. മറച്ചു വെച്ചാൽ എങ്ങനെയാ പ്രശ്നം മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നത്? അറ്റ്ലീസ്റ്റ് അവൾക്ക് വേണ്ടിയെങ്കിലും എല്ലാത്തിനും ഒരു പരിഹാരം എന്തായാലും ഉണ്ടാവും. ഇതിനും ഉണ്ടാവും. ഡോണ്ട് വറി, ഐ വിൽ സീ യു സൂൺ. ബൈ ഫ്രണ്ട്. ബൈ. ഞാനടാ മോനെ, ഞാനാ. പ്രേതാണോ ഭൂതാണോന്ന് നീ നുള്ളി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. രാമിന്റെ രഥം കാത്തിരിക്കുന്നു, സാരഥിയും തയ്യാറാണ്. നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടെ എവിടെയോ ഒരു സമൂസ കട ഉണ്ടെന്ന് കേട്ടോ. ചൂടോടെ കഴിക്കാനായിട്ട് അത് തിരഞ്ഞു വന്നതാ. ഫോളോ ചെയ്യാനോടാ? ഫ്രണ്ട് ആയിരുന്നിട്ട് ചാരപ്പണി ചെയ്യുന്നോ? ഹലോ, ചാരപ്പണി ചെയ്യുന്നത് നീയാ. ഇവിടെ ഉള്ളവർക്ക് നീ ആരാണെന്നറിയോ? അപ്പൊ പിന്നെ ചാരപ്പണി ചെയ്യുന്നത് നീ. നോക്ക്, നീ അങ്ങനെ ഇങ്ങോട്ടൊന്നും വരാൻ പാടില്ല. ഡാ, നീ ഇങ്ങനെ തിരക്ക് പിടിച്ചു വന്നാ പിന്നെ ഞാൻ എന്താ കരുതേണ്ടത്? എല്ലാം ഓക്കെ അല്ലേ? തൽക്കാലത്തേക്ക് ഓക്കെ. തൽക്കാലോ? ഓഹോ പ്രഭു, ഇടയ്ക്കിടയ്ക്ക് നിനക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ലൈറ്റായിട്ടൊരു ഹിന്റ് തന്നാ മാത്രം മതി. നോക്ക്, ഞാൻ ഇങ്ങോട്ട് വന്നാലും ഇല്ലെങ്കിലും നീ ഇങ്ങോട്ട് വരണ്ട. ആയിക്കോട്ടെടാ, വരണില്ല. എന്തായിന്ന് പറ നീ. അമ്മ ജയിലിലേക്ക് പോകുന്നുള്ള മകളുടെ ചോദ്യം കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ലടാ. പാവം, ഒരുപാട് പേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പകരം നീയാണ് ആ കുട്ടിയുടെ ഫോണിൽ സംസാരിച്ചിരുന്നെങ്കിൽ എല്ലാം ഓക്കെ ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിട്ട് നീ തന്നെ ഇങ്ങോട്ട് വന്നേനെ. എല്ലാം ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാ വന്നത്. ആ കുട്ടിയുടെ അല്ല, ഈ കുട്ടിയുടെ. ശ്രീറാമന്റെ മനസ്സ് എനിക്കറിയില്ലേ? അയ്യോ, സത്യം പറയുമ്പോ എന്തിനാണ് ഇങ്ങനെ തുറച്ചു പോകുന്നത് തന്നെ. ശരി പോട്ടെ, ഞാനിവിടെ വന്നത് നിന്നെ കളിയാക്കാൻ വേണ്ടിയല്ല. ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. മിസ്സായ ഫയൽസൊക്കെ കോർമംഗള ബ്രാഞ്ചിലുണ്ടെന്ന്. പോയി നോക്കിയല്ലോ. കോർമംഗളയിലോ? നമ്മളങ്ങോട്ട് പോകുന്ന കാര്യം ആർക്കും അറിയില്ലല്ലോ അല്ലേ? നോ, ചരണിനോട് നീ തന്നെ ഫയൽസ് ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം ഫയൽസ് ഒക്കെ കൊണ്ടുവന്ന് തന്നിട്ട് നമ്മുടെ മുമ്പ് ഹീറോ ആവാനായിട്ട് നോക്കും. ഇൻ ദ മീൻ ടൈം നമ്മൾ കോർമംഗള ബ്രാഞ്ചിൽ പോയി ചെക്ക് ചെയ്യണം. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഫയൽസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചരണി നല്ല കുട്ടി കളിക്കുന്നത്. എനിക്ക് അവന് ഒരു തരി വിശ്വാസമില്ലടാ. നമ്മൾ കോർമംഗള ബ്രാഞ്ചിൽ പോയാൽ
എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടാതിരിക്കില്ല നമുക്ക് അവിടുന്ന്. കറക്റ്റ് ആടാ. അവൻ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എല്ലാ ഫയൽസും അവിടെ തന്നെ കാണും. ഒരുപക്ഷെ ആ ഫയൽസ് എല്ലാം അവിടുന്ന് കിട്ടിയ അവൻ തന്നെയാണ് കള്ളൻ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. മിസ്റ്റർ ഇന്ത്യ, ആരും ഒളിഞ്ഞു നോക്കുന്നൊന്നുമില്ല. വാ പോവാം. ഹലോ രാമ. മുത്തശ്ശ പറ. എന്തു പറയാൻ, ഇന്ന് രാത്രി എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ട് നീ എവിടെ പോയിരിക്കാടാ? അത് മുത്തശ്ശ, എന്റെ മക്കൾക്ക് കൃത്യസമയത്ത് വീട്ടിലേക്ക് വരുന്ന ശീലമില്ല. നീയും ഇങ്ങനെ ആവല്ലേടാ. മുത്തശ്ശ, കോർമംഗലയിൽ കുറച്ച് ജോലിയുണ്ട്, തീർത്തിട്ട് നേരെ വീട്ടിലേക്ക് വരാം. കോർമംഗലല്ലോ? അവിടെ എന്താടാ? എല്ലാം ഞാൻ വന്നിട്ട് പറയാം. ഓക്കെ? ശരിടാ മോനെ. മുത്തശ്ശന് ആ ചരൺ മുഹൂർത്തം കുറിക്കും മുമ്പ് രാമൻ എല്ലാവരുടെയും ജാതകം തിരുത്തി കുറിക്കും. ഹലോ, വാട്ട്? എടാ, കോർമംഗള ഓഫീസിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു. ആർ യു സീരിയസ്?